ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ്റെ ടൈമിൽ ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ഞാൻ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കലാണ്. ഡ്രൈ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പം 1/2 കപ്പ് പാൽ, ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ, ഒരു 5 മിനിറ്റ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ പാലില്ലേ പാലിനെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇതിനൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ പാൽപ്പൊടിയില്ലേ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കുക, എന്താ പറയുക ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്ര ടൈറ്റായിട്ട് വേണ്ട, കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് പൊങ്ങാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. കറക്റ്റ് 2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ആ ഒരു ടൈമിൽ ഞാനിത് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ആവശ്യത്തിന് ചിക്കനും, റെഡ് ചില്ലി ഫ്ലെക്സ് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും, റെഡ് ചില്ലി പൗഡറില്ലേ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ചിക്കൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ചിക്കന് ഈ പീസിൽ തന്നെ കട്ടാക്കണമെന്നില്ല, ചെറുതായിട്ട് പൊടിച്ചിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഗ്രീൻ കളർ കിട്ടുവാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനിയിപ്പം അതും കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ചിക്കന് കുക്കായിട്ട് വരണം കേട്ടോ. ക്യാപ്സിക്കം എന്താ പറയുക ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ, നല്ലോണം കുക്കാണ്ട. ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ മാവിൽ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് 3 ഭാഗമായിട്ട് ഞാൻ കട്ടാക്കി എടുക്കലാണ്. പിന്നെ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കുമ്പോഴേ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുമ്പം കുറച്ച് കട്ടിക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ മാവ് 3ആയിട്ട് കട്ടാക്കിയത്. ഇനിയിപ്പോൾ ഇതാ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് അത് മുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ വെളുത്ത എള്ളിലേക്ക് ഇതൊന്ന് മൊത്തത്തിൽ നമ്മൾ ബ്രെഡ് ക്രംസ് എല്ലാം കോട്ട് ചെയ്തെടുക്കൂലേ അതുപോലെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ പരത്തിയെടുക്കുമ്പം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നേരിയ രീതിയിൽ പരത്താൻ പാടില്ല. കുബൂസിലും കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹാർഡായി പോവും. നല്ലോണം കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് മാത്രമൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ 4ആയിട്ടാണ് ഞാൻ കട്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക. ഇനിയിപ്പം ഓയിൽ ചൂടാക്കി എടുക്കണം. ഓയിൽ നല്ലോണം ചൂടാക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. ഇട്ട് കൊടുത്ത പാട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് കൊടുക്കണം കേട്ടോ. കാര്യം ഇതിൻ്റെ ഉൾഭാഗം കുക്കായിട്ട് വരണം. എന്നിട്ടൊന്ന് പൊങ്ങി വരണം. പൊങ്ങി വരുന്ന ടൈമിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കാം. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതുണ്ടാക്കാനും നല്ല രസമാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയില്ലേ. എന്നിട്ട് നല്ലൊരു കളറ് ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, പൊങ്ങി വന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കളറായാലും എണ്ണയിൽ നിന്ന് കോരി മാറ്റില്ലാന്ന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പരത്തിയെടുക്കുമ്പം എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുമാത്രം ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇത് നടുവിലെ കൂടി ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫിൽ ചെയ്ത് കൊടുക്കുക. മയോണൈസ്, ക്യാബേജ്, നമ്മൾ ബ്രെഡ് പോക്കറ്റെല്ലാം റെഡിയാക്കുന്ന ഫില്ലിംഗ് ഇല്ലേ അതുപോലെ ഇത് ചെയ്തെടുക്കുക. ഞാനിപ്പം കുറച്ച് സ്ലൈസ്ഡ് ചീസും കെച്ചപ്പും തക്കാളിയും ക്യാബേജും, കസിൻ്റെ ലീഫാണെങ്കിൽ കസിൻ്റെ ലീഫ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാബേജിൻ്റെ ലീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ക്യാബേജിൻ്റെ ആ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു തക്കാളി ഇതുപോലെ കട്ടാക്കിയതും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കലാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ഈ ഫില്ലിങ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഈ ഫില്ലിങ് ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെലോപ്പിനോ പിക്കിൾസെല്ലില്ലേ അതിലും ചേർത്ത് കൊടുക്കുക, ഒലീവ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്ന ഐറ്റംസ് ഇല്ലേ, മുളക്, കക്കിരി, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആവും കേട്ടോ. പിന്നെ ഷവർമ ഫില്ലിങ് വെച്ചിട്ടും എല്ലാം ചെയ്തെടുക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു റമദാൻ്റെ ടൈമിൽ ഇഫ്താറിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് ഡിന്നറിൻ്റെ ടൈമിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ എന്താ പറയുക റെസിപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. എന്നാലാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.